എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ് ലേഖനത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്നത്. വർജിക്കേണ്ട തിന്മയെന്നാണ് അതിന് ഹെഡിങ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യരുതെന്ന്. തിന്മ പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. വർജിക്കേണ്ട തിന്മകളെ പറ്റി പറയുമ്പോൾ വളരെ രസകരമായ കാര്യം, സംസാരിക്കുന്നത് സത്യസന്ധമായിരിക്കണം. മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നത് സത്യസന്ധമായിരിക്കണം. അത് അപ്പനോടും അമ്മയോടും സഹോദരനോടും സഹോദരിയോടും നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും സംസാരിക്കുന്നത് സത്യം സംസാരിക്കുക. ഈ സത്യം സംസാരിച്ചാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത നിന്റെ സമാധാനം നഷ്ടപ്പെടുകയില്ല. ഞാൻ പറയാം, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കുറേ വർഷങ്ങളായിട്ട് കള്ളം പറയില്ല. അഥവാ എന്തെങ്കിലും ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ എത്രയും വേഗം കുമ്പസാരത്തിൽ അത് ഏറ്റു പറഞ്ഞ കർത്താവെ ക്ഷമിക്കണമേ എന്ന് മാപ്പ് ചോദിച്ച് ഞാനതിൽ നിന്ന് മോചനം പ്രാപിക്കും. എന്താ കാരണം? ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സമാധാനം പോകും. ഒന്നാമത് ആരോഗ്യം കുറവാണ്. ആ കൂട്ടത്തിൽ കള്ളം കൂടെ പറഞ്ഞിട്ടുള്ള മനസ്സും മനസാക്ഷിയും. നഷ്ടം വന്നാലും കള്ളം പറയില്ല. ഇനി തെറ്റിദ്ധരിച്ചാലും കള്ളം പറയില്ല. ഇവിടെ ആ വചനം അങ്ങനെയാണ് പറയുന്നത്, മറ്റുള്ളവരോട് സത്യം പറയുക. കാരണം ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ് നിങ്ങളെന്ന് ചിന്തിക്കുക. വീണ്ടും പറയാം, നമ്മൾ മനുഷ്യനായതുകൊണ്ട് കോപം വരാം. കോപിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പാപമാകരുത്. അതെങ്ങനെ പാപമാകുന്നത്? നമ്മൾ ഒരാളോട് കോപിച്ച് അയാളുടെ മനസ്സ് മുറിഞ്ഞു, തന്നെയല്ല കോപിച്ച നമ്മളുടെ മനസ്സും മുറിഞ്ഞു. നോക്കുക, അത് സൂര്യൻ അസ്തമിക്കുന്നിടം വരെ വെച്ച് നീട്ടാതെ നീ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിന്നിലത് പാപമായി വരില്ല. കോപം മനുഷ്യ സഹജമാ, പക്ഷേ അനുതാപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്നതാ. ആ ഒരു തിരിച്ചറിവോടെ ജീവിക്കാൻ. ഇനി മോഷ്ടിക്കാൻ പാടില്ലെന്ന് പറയുക. വിലപ്പെട്ട പലത് കണ്ടു കഴിയുമ്പോഴും അല്ലെ മറ്റുള്ള വസ്തുക്കളോട് ആകർഷണം തോന്നുന്ന മനുഷ്യൻ അത് എൻ്റെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന വിചാരം. അപ്പോഴിങ്ങനെ മോഷ്ടിക്കരുത്. പിന്നെ പങ്കുവയ്ക്കുക. പങ്കുവയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമാധാനം ഉണ്ടാകും. പ്രിയപ്പെട്ടവർ, ഒരു കൊച്ചു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തു കഴിയുമ്പോൾ പോലും അത് വലിയ അനുഗ്രഹമായി മാറും. നേരെ മറിച്ച് ആർക്കും ഒത്തിരിയൊക്കെ ഉണ്ടാവും, ഒരു മനുഷ്യനും കൊടുക്കില്ലെങ്കിൽ നിന്റെ ജന്മം പാഴം. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സങ്കടമാണ്. കാരണം നന്മ ചെയ്തുകൊണ്ട് ദൈവിക പ്രവൃത്തികൾ നിന്നിലൂടെ വെളിപ്പെടാൻ വേണ്ടിയാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്. ആ തിരിച്ചറിവില്ലാതെ നീ ആർക്കും ഒന്നും കൊടുക്കാതെ വരുമ്പോൾ ദൈവത്തിന് നിന്നെ ഓർക്കുമ്പോൾ സങ്കടമാണ്. പ്രിയപ്പെട്ടവർ, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തു വരുമ്പോഴോ വലിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്താൽ സ്നേഹിക്കാതെ, വിട്ടുകൊടുക്കാതെ, ക്ഷമിക്കാതെ, സ്നേഹിക്കാതെ, കരുതൽ കാണിക്കാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേദനിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ നയിക്കുന്ന വ്യക്തി. ദൈവത്തിൻ്റെ കൂടാരമെന്ന് പൗലോസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് ക്ഷമ കാണിക്കുന്നതിനെ പറ്റി പൗലോസ് പറഞ്ഞു വെച്ചേക്കുക. ക്രിസ്തു ക്ഷമിച്ചതുപോലെ. ക്രിസ്തു എങ്ങനെ ക്ഷമിച്ചത്? അവൻ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചു, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു. അവൻ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചു, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു. അങ്ങനെ മരിച്ചപ്പോൾ വന്നതും വന്നിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യവർഗവും വീണ്ടെടുക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുമ്പോൾ ഒത്തിരി ആത്മാക്കളെ നേടുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്ര കാലമിനി ഉണ്ടെന്നറിയാത്തതിനാൽ കഴിയുന്നിടത്തോളം ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിക്കുവാൻ സാധിക്കട്ടെ. ആമേൻ.